മീൻ അവിയലിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം കുഞ്ഞൻ ചാള കിട്ടുമ്പോൾ എപ്പോഴും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ പീര വറ്റിച്ചത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുഞ്ഞൻ മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് ഇടിച്ച് ചതച്ചെടുത്തിട്ട് അതും ചേർത്ത് വെക്കാം. ഇനി നമുക്ക് അരപ്പിന് മിക്സിയുടെ ജാറൊന്നും വേണ്ട കേട്ടോ. തേങ്ങ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടങ്ങ് ഞെരടി എടുത്താൽ മതി. മിക്സി ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ട് ആ അരപ്പ് നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പും ചേർത്ത് ഇനി നമുക്ക് വേണ്ട ഐറ്റം കുടംപുളിയാണ് കേട്ടോ. കുറച്ച് കുടംപുളി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് അതും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിനി അഡീഷണൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ആ കുടംപുളി കുതിർത്ത വെള്ളം മാത്രം മതി കേട്ടോ നമുക്ക്. ഇനി നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. നന്നായിട്ട് ഒന്ന് തിള വന്ന് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ഊറി വരുന്ന സമയമാകുമ്പോൾ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണൊന്നും യൂസ് ചെയ്യേണ്ട. ഇതുപോലെയുള്ള ചട്ടുകം ഉണ്ടെങ്കിൽ അതാണിത് മിക്സ് ചെയ്യാൻ നല്ല സാധനം കേട്ടോ. ഇത് വെച്ച് മിക്സ് ചെയ്താൽ മീൻ അധികം പൊടിഞ്ഞു പോയില്ല. അപ്പോൾ ഒരു ചട്ടവും വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കണം. പക്ഷേ ഇനി നമ്മൾ വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അന്ന് ഒരു പറ ചോറ് നമുക്ക് തിന്നാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഒന്ന് അടച്ചു വെച്ചോളൂ. എന്നിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.